ചൈനീസ് ഗവേഷകനായ സാങ്കി ഷെന്നും കൂട്ടരും ചിലന്തികളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സാധാരണ ചിലന്തി കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനകം തന്നെ അതിന്റെ അമ്മ ചിലന്തിയുടെ മേലെ നിന്ന് വിട്ടുമാറി പോകേണ്ടതാണ്. എന്നാൽ ടോക്സിയസ് മാഗ്നസ് എന്ന ജമ്പിംഗ് സ്പൈഡറിന്റെ കുഞ്ഞുങ്ങൾ മാത്രം 40 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ അമ്മ ചിലന്തിയുടെ മേലെ തന്നെ കഴിയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? ആ സീക്രട്ട് അവരവസാനം കണ്ടെത്താണ്. ആ ചിലന്തി കുഞ്ഞുങ്ങൾക്ക് അതിന്റെ അമ്മ ചിലന്തി പാലിട്ടുന്നുണ്ട്, സ്പൈഡർ മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാമൽസിനെ പോലെ അല്ലെങ്കിലും പശുവിൻ പാലിനേക്കാൾ 4 മടങ്ങ് പ്രോട്ടീൻ, ഫാറ്റ്, ഷുഗർ കണ്ടന്റ് ഉള്ള സ്പൈഡർ മിൽക്കാണത്. അമ്മ ചിലന്തിയുടെ എപ്പിഗസ്ട്രിക് ഫെറോ പാർട്ടിൽ നിന്ന് സെക്രറ്റ് ചെയ്യുന്ന സ്രവം അഥവാ സ്പൈഡർ മിൽക്ക് ചിലന്തി കുഞ്ഞുങ്ങൾ സക്ക് ചെയ്തെടുക്കുന്നു. ഗവേഷകര് ചില ചിലന്തി കുഞ്ഞുങ്ങൾക്ക് ഈ സ്രവം എടുക്കാനുള്ള ആക്സസ് ബ്ലോക്ക് ചെയ്തപ്പോൾ അധികം വൈകാതെ തന്നെ അവ ചത്തുപോവുകയും ചെയ്തു. അങ്ങനെ ഒരു വെറൈറ്റി ഫീച്ചർ കൊണ്ടുവന്ന് വ്യത്യസ്തയായിരിക്കുകയാണ് ടോക്സിയസ് മാഗ്നസ് എന്ന സ്പൈഡർ മാതാശ്രീ. പക്ഷെ ചിലന്തി വർഗത്തിലെ ഏറ്റവും വലിയ സാക്രിഫൈസ് ഇതൊന്നുമല്ല കേട്ടോ. സ്റ്റെഗോഡഫസ് ചിലന്തികളൊക്കെ അതിന്റെ ചിലന്തി കുഞ്ഞുങ്ങൾ വേട്ടയാടാറാകുമ്പോൾ അതിന്റെ അമ്മ ചിലന്തി അവസാന ഭക്ഷണമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, കൊടുക്കുന്നത് അതിന്റെ സ്വന്തം ശരീരം തന്നെയാണ്. എക്സ്ട്രീം സാക്രിഫൈസ് ഓഫ് എ പോരാളി. ഇത്തരം രസകരമായിട്ടുള്ള വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് ഫോളോ ചെയ്യും.